AIPC കേരള ഘടകത്തിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വൺ ലൈഫിന്റെ ഉദ്ഘാടനം കൊല്ലത്ത് നടന്നു. ഓൺലൈൻ വെബ്സൈറ്റിന്റെയും ടോൾ ഫ്രീ നമ്പറിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLAയും AIPC സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ SS ലാലും ചേർന്ന് നിർവഹിച്ചു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം യുവജനങ്ങളിലുണ്ടാകുന്ന വ്യക്തിവികാസത്തെ തടസ്സപ്പെടുത്തുന്ന ആരോഗ്യ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടലിനെക്കുറിച്ചും കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെപ്പറ്റിയും പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ആനന്ദ് വിശദീകരിച്ചു. മയക്കുമരുന്നിന്റെ നിർമ്മാണം, വ്യാപനം, ഉപയോഗം, പ്രേരണ എന്നീ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിയമപരമായ നടപടികളെക്കുറിച്ചും ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ വിപത്തിനെ നേരിടുന്നതിൽ ഓരോ പൗരനിലും നിക്ഷിപ്തമായ കടമകളെക്കുറിച്ചും ഈ തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം എക്സൈസിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്നും മുൻ DGP ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. അമേരിക്കയിൽ ഇപ്പോൾ പറയുന്നത് മിക്കവാറും എല്ലാ കുട്ടികളുടെ ഒരു ചികിത്സിക്കാനുള്ള അവർക്ക് അവരുടെ അമ്മമാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി യുവജനങ്ങൾക്കിടയിലെ ലഹരി ദുരുപയോഗം എന്ന വിഷയത്തിൽ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം അദ്ദേഹം നിർവഹിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ച പ്രമുഖ വ്യക്തികളുടെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമായ ഉമ്മൻചാണ്ടി ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം AIPC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SS ലാൽ കൊല്ലം DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. അഡ്വക്കേറ്റ് PS ശ്രീകുമാർ സന്നിഹിതനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S ബിന്ദുകൃഷ്ണ, D ഗീതാകൃഷ്ണൻ, സൂരജ് രവി, AIPC സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ ഫൈഫ മുഹമ്മദ് അലി, AIPC ജില്ലാധ്യക്ഷൻ ഡോക്ടർ അമീൻ ആസാദ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ദിവ്യ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും ഭീതിയായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അതിലേക്ക് ഒരു ഭയങ്കര ഒരു സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം മാറ്റി എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഏതെങ്കിലും പരിപാടി നടക്കുന്ന മാറ്റണ്ട എന്നാണ് ഞാൻ യൂഷ്വലി റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.